ക്ഷേത്രങ്ങളിലെ RSS സ്വാധീനം തടയുവാൻ വേണ്ടി CPIM ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി കണ്ണൂരിൽ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ബാക്കി ജില്ലകളിലേക്കും അത് വ്യാപിപ്പിക്കാനാണ് അവരുടെ തീരുമാനം. എന്താണ് തോന്നുന്നത്? നിരവധി ക്ഷേത്രങ്ങൾ ഇവരാൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രവും ക്ഷേത്ര വ്യവസ്ഥയെ നശിപ്പിച്ചതിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് CPM-കാർ. അവരുടെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ CPM-കാർ ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രവിശ്വാസത്തിനെതിരാണ്. ഹിന്ദു വിരുദ്ധതയാണ് എന്നും വിളമ്പിയിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ചറിയാം, ഇത്തവണത്തെ ഇലക്ഷനിൽ CPM എന്തുകൊണ്ട് തോറ്റു എന്നൊരു ആത്മപരിശോധന അവർ നടത്തണം. അതിനകത്ത് അതിൻ്റെ ചില ആത്മകഥങ്ങളൊക്കെ ഇടയ്ക്ക് വെളി വന്നായിരുന്നു. ഹിന്ദുക്കളൊക്കെ മതപരമായിട്ട് ചിന്തിക്കുന്നത്. ഹിന്ദുക്കൾ മതപരമായിട്ട് ചിന്തിക്കുന്നു എന്ന് പറയുന്നത് CPM അതിൻ്റെ തോൽവിക്ക് വേണ്ടി വിലയിരുത്തിയ കാരണങ്ങളിലൊന്നാണ്. എന്താണ് തോക്കാൻ കാരണം എന്ന് നോക്കുമ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി. ഹിന്ദു വോട്ട് നഷ്ടപ്പെട്ടു പോയി. കേരളത്തിലെ ഹിന്ദു ഭൂരിപക്ഷമുള്ള 80ഓളം മണ്ഡലങ്ങളുണ്ട്. അതിനകത്ത് ആകെ 35 എണ്ണത്തിൽ മാത്രമേ CPM-ന് വിജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് അവർ ഭൂരിപക്ഷം തന്നെയായ മണ്ഡലങ്ങളും അവർക്ക് കാര്യ സ്വാധീനമുള്ള മണ്ഡലങ്ങളും ഓൾറെഡി ജയിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും CPM-ന് വിജയിക്കാൻ പറ്റിയിട്ടില്ല. ഭൂരിഭാഗം മണ്ഡലത്തിലും പറ്റിയിട്ടില്ല. അതിൽ തന്നെ കുറച്ചെണ്ണത്തിന് ജയിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഹിന്ദു വോട്ട് ബേസ് നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ട CPM ഇപ്പോൾ ഹിന്ദു വോട്ട് ബേസ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങളിൽ അവരുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു. എന്തിനെന്നുള്ള കാരണം കൂടെ പറയുന്നുണ്ട്. RSSനെ ക്ഷേത്രങ്ങളെ അകറ്റി നിർത്താൻ എന്ന് പറഞ്ഞാൽ RSSന്റെ സ്വാധീനം കുറയ്ക്കാൻ. RSSന് ഇന്ത്യ മുഴുവൻ സ്വാധീനമുണ്ട്. എന്തുകൊണ്ട്? ക്ഷേത്രങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. CPM-ഉം കോൺഗ്രസും പോലുള്ള ആൾക്കാരൊക്കെ ക്ഷേത്ര വ്യവസ്ഥകളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, CPM പ്രത്യേകിച്ച് ശ്രമിക്കുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നവരാണ് RSSകാർ. ഒരു വല്ല സംശയമുണ്ടോ? ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് RSSന്റെ നയം. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നൊരു സംഘടന ഉള്ളതുകൊണ്ട് ഒരു അയോധ്യ രാമക്ഷേത്രം മാത്രമല്ല ഉണ്ടായത്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടു. ക്ഷേത്ര സംരക്ഷണ സമിതി എന്നൊരു സമിതി ഉണ്ടല്ലോ, ടെമ്പിൾ പ്രൊട്ടക്ഷൻ വേണ്ടി ഉണ്ടാക്കിയ സമിതിയാണ്. ഉണ്ടാക്കിയിട്ട് 10-40 കൊല്ലം കഴിഞ്ഞു. ആ സമിതി എത്ര ക്ഷേത്രങ്ങൾ നന്നാക്കിയിട്ടുണ്ടെന്ന് അറിയും. ഇന്ന് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്ന CPM അവരൊരു കാര്യം പറയണം. ഒരു ക്ഷേത്രത്തെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി CPM എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവര് ക്ഷേത്രങ്ങളിൽ നിന്ന് RSSനെ അകറ്റി നിർന്ന് പറയണം. ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസികളുടെ കൂട്ടായ്മ തന്നെ RSS പറഞ്ഞത്. അവർക്ക് ക്ഷേത്രങ്ങളിൽ കയറാം, ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാം, അതിനൊപ്പം നിൽക്കാം. ക്ഷേത്രങ്ങൾ അവരൊപ്പം നിൽക്കും, വിശ്വാസികൾ അവരൊപ്പം നിൽക്കും. സ്വാഭാവികമാണ്. ആ സ്ഥാനത്തേക്ക് CPM-ന് ഇടിച്ചു കയറണമെങ്കിൽ CPM ഒരു കാര്യം വ്യക്തമാക്കണം. CPM എത്ര ക്ഷേത്രങ്ങളെ പ്രൊട്ടക്ട് ചെയ്തു, എത്ര ക്ഷേത്രങ്ങളെ പുനരുദ്ധരിച്ചു? ക്ഷേത്ര പുനരുദ്ധാരണം നടക്കുമ്പോൾ തടയാനല്ലാതെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ CPM-കാർ നിന്നിട്ടുണ്ടോ? വിശ്വാസികളായ CPM-കാർ പൈസ കൊടുക്കുമായിരിക്കും. അവർ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. ശരി, ഔദ്യോഗികമായിട്ട് പാർട്ടി എന്താ ചെയ്തേക്കുന്നത്? DYFI ഉണ്ട്, CPM ഉണ്ട് പാർട്ടിയായിട്ട്, അവരുടെ തന്നെ വനിതാ സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ഇത്തരം സംഘടനകൾ ഏതെങ്കിലും ഒരെണ്ണം ഇന്ന് വരെ ഹിന്ദു വിശ്വാസത്തിന് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ക്ഷേത്രവിശ്വാസത്തിന് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇതര മതസ്ഥർക്ക് വേണ്ടത്ര പിന്തുണ ഓരോ കാര്യത്തിൽ കൊടുക്കുമ്പോഴും ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഇവരെ എന്താ ചെയ്തേക്കണത്? ഒന്നും ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെയ്തിട്ടുണ്ടാവും ഉള്ളതിനെ നശിപ്പിക്കാനായിട്ട്. ഒന്ന് ഓർക്കണം, ഈ കേരളത്തിൽ ദളിതിന് പൗരോഹിത്യമുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ദളിതന്റെ പൗരോഹിത്യം നശിപ്പിച്ചത് CPM-ആണ്, അഥവാ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് കൃത്യമായിട്ട് പറയാം. EMS-ന്റെ കാലത്താണല്ലോ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധനം വന്നത്. മൃഗബലി എന്ന് പറയണത് ഇവിടുത്തെ പ്രധാനപ്പെട്ട 3 മതങ്ങളുടെയും, ഹിന്ദു, ഇസ്ലാം, ക്രിസ്ത്യൻ 3 മതങ്ങളുടെയും മതാചാരങ്ങളിലുള്ളതാണ്. അതിനകത്ത് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ബലി EMS നിർത്തലാക്കി. ഈ ബലി ചെയ്തുകൊണ്ടിരുന്നവരാ? അത് ചെയ്തുകൊണ്ടിരുന്നത് നമ്പൂരിയല്ല. ചിലയിടത്ത് നായന്മാരുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷേ ബഹുഭൂരിഭാഗം എടുത്തും ദളിത് സമുദായത്തിൽപ്പെട്ടവരാണ്. പറയ സമുദായക്കാർ, പുലയ സമുദായക്കാർ, ഇത്തരം ആൾക്കാരൊക്കെയാണ് ഈ ബലികളിൽ ഉണ്ടായിരുന്നത്. ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത്. നമ്മുടെയൊക്കെ ഉൾപ്പെടെ പല പറമ്പിലും പണിയെടുക്കാൻ പറ്റുന്നൊരു വ്യക്തി പുലയ സമുദായക്കാരനാണ്. വർഷത്തിൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നാട്ടുകാർ തൊഴിൽ നിൽക്കുന്നു. കാരണം എന്നതാ, അന്ന് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യമുണ്ട്. അദ്ദേഹം ഒരു കർമ്മനുഷ്ഠിക്കുകയാണ്. അദ്ദേഹം വെളിച്ചപ്പാടുമാണ്. അദ്ദേഹം അവിടെ ഒരു കോഴി വെട്ടുന്നൊരു കർമ്മം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ, അതായത് EMS ഒക്കെ നിരോധനം കൊണ്ടുവന്നെങ്കിൽ പോലും ചില ക്ഷേത്രങ്ങൾ തുടർന്നിരുന്നു ദേവസ്വം അല്ലാത്തയിടത്ത്. അതൊക്കെ പിന്നീട് അത് നിന്നുപോയി. പക്ഷേ ക്ഷേത്രങ്ങളിൽ നിർത്തിയപ്പോൾ വർഷത്തിലൊരിക്കൽ അവൻ പുരോഹിതനാവുമായിരുന്നു. അവൻ്റെ മുന്നിൽ എല്ലാവരും തൊഴിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ നിന്നിരുന്നതും കൂടി ഇല്ലാണ്ടാക്കി. അപ്പോൾ എന്തു പറ്റി? ആ സമൂഹത്തിൽ ഒത്തിരി പേര് കൺവേർട്ട് ചെയ്ത് വേറെ വഴിക്ക് പോയി. അവരുടെ ഒരു സ്വാഭാവിക അവകാശം എത്രയോ നൂറ്റാണ്ടുകളായിട്ട്, ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ പുരോഹിതന്മാരായിരിക്കണം അവർ, അന്ന് തൊട്ടുള്ള ആചാരങ്ങളാണ് നിർത്തിച്ചു കളഞ്ഞത്. ഇങ്ങനെ നിർത്തിക്കാനാണെങ്കിൽ, അതായത് ദളിതിന് പൗരോഹിത്യം ഉണ്ടായിരുന്ന പോലും നിർത്തിക്കാനാണ് ഇവിടെ CPM നോക്കിയതെങ്കിൽ അവരെന്ത് ടെമ്പിൾ പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നായി പറയണേ? ഇതാണ് അവരുടെ ടെമ്പിൾ കോർഡിനേഷൻ. ഇപ്പം തന്നെ ഒരു രസമുണ്ട്. ഈ കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻ്റെ ഭരണമായിരുന്നു. നിരവധി യൂണിയൻകാരെ അങ്ങ് കയറ്റി, CPM അനുഭാവികളെ ദേവസ്വം ജോലികളിൽ കയറ്റി. ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ രസകരമായ ഒരു ന്യൂസാണ്, സങ്കടകരമായിട്ട് തോന്നും. അതായത്
അവിടെ നേദിക്കാൻ വെച്ചിരുന്ന പായസം ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ, CPM-കാരൻ്റെ ജീവനക്കാരൻ എടുത്ത് കുടിക്കണം. സംഭവം അത്രയേ ഉള്ളൂ. അവനെ അറിയാൻ മേല അത് നേദിക്കാനുള്ളതാണ്. അമ്പലത്തിൽ ശ്രീകോവിലിനകത്ത് ദേവതയ്ക്ക് നേദിച്ചതിന് ശേഷമാണല്ലോ പ്രസാദമായിട്ട് പുറത്തേക്ക് കൊടുക്കണേ. ഇത് ഈ മഹാൻ അറിയാൻ മേല. ഇതുപോലും അറിയാൻ മേലാത്തവരെയാണ്, അതായത് എന്താണ് നോർമൽ ക്ഷേത്രാചാരം സിമ്പിളായിട്ടുള്ളതെന്ന് പോലും അറിയാൻ മേലാത്തവരെ പാർട്ടിക്കാരെ തിരികെ കയറ്റിയിരിക്കുകയാണ് ദേവസ്വം ബോർഡുകളിൽ. അതിന് മറ്റെന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. ക്ഷേത്രം എന്നുള്ള വിശ്വാസിക്കായിരിക്കണം. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് തിരിച്ചടിയാണ് കേരളത്തിലെ ഹിന്ദുജന CPM-ന് കൊടുത്തത്. അത് മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രൻ എന്നൊരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ തന്ത്രിയെ ജയിലിലാക്കിയത്? കോടതി തന്നെ പറഞ്ഞല്ലോ, എന്ത് തെളിവുണ്ടായിട്ടാണ് ഈ മനുഷ്യൻ അറസ്റ്റ് ചെയ്തെന്ന് കോടതി ചോദിച്ചില്ലേ? ഞാൻ ആദ്യമൊക്കെ തന്ത്രിക്കൊക്കെ എന്തായാലും ഇതിനകത്ത് പങ്കുണ്ടാവും, ഇത് പ്രശ്നമാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. അവസാനം കോടതിയുടെ പരാമർശം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവിടെയാണ് നമുക്ക് തെളിവായി വരണേ, ഇത് കടകംപള്ളിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയല്ലേ ഇത്. ഇതിങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെ ശരിയാവും? ഇതാണ് ഇവരുടെ ടെമ്പിൾ കോർഡിനേഷൻ. ഇങ്ങനെ ടെമ്പിൾ കോർഡിനേഷൻ ചെയ്യാനാണെങ്കിൽ, പൂജാരിമാരെയും തന്ത്രിമാരെയും പിടിച്ച് ജയിലിലിടാനാണെങ്കിൽ, കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കാനാണെങ്കിൽ, പിന്നെ എന്ത് ടെമ്പിൾ കോർഡിനേഷൻ? അവർ ഉദ്ദേശിക്കുന്നത് അവിടെ RSS-നെ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണതാണ്. എന്നിട്ട് കൊള്ളക്കാരെ അകത്ത് കയറ്റണമെന്നാണ് ഈ പറയണേ. RSS പുറത്ത്, കൊള്ളക്കാരകത്ത്. ഇതാണോ CPM-ന്റെ നയം? ഈ നയം കൊണ്ടല്ലേ ഇവിടുത്തെ ഹിന്ദു ജനത ഇവരെ വെളിയിലാക്കിയത്. സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടായി. CPM-കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ദേവസ്വം അധികാരികൾക്കും മന്ത്രിക്കും ഉൾപ്പെടെയുള്ള പല പങ്കുകളും ജനങ്ങൾ ചോദ്യം ചെയ്തു. ഓരോ വീട്ടിലും CPM-കാർ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ സ്ത്രീകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാണ് അയ്യപ്പൻ്റെ സ്വർണം കെട്ടതെന്ന്. സ്വർണം കക്കലായിരിക്കുമോ ഇവരുടെ ടെമ്പിൾ കോർഡിനേഷൻ? ഇങ്ങനത്തെ ടെമ്പിൾ കോർഡിനേഷൻ ആണെങ്കിൽ കേരള ജനത ഇതിലും വലുത് അവർക്ക് വെച്ചിട്ടുണ്ട്. ഉള്ള കാര്യം ഇത്രേ പറയാനുള്ളൂ. എന്തായാലും ഇപ്പോൾ ജയരാജൻ എന്നൊരാളാണ് നമ്മുടെ മഹാനായ നേതാവ്. അദ്ദേഹത്തെയാണ് ഇതിന്റെ കോർഡിനേഷൻ വെച്ചേക്കണമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ വകയുള്ള പ്രസ്താവനയെ കൂടെയാണ് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി വരുന്നു എന്ന് പറയുന്നത്. അതിന്റെ ആദ്യ ഭാഗം കണ്ണൂർ ജില്ലയിൽ തുടങ്ങി, എല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിക്കും എന്ന് പറയുന്നു. സ്വർണം കക്കാൻ്റെ കോർഡിനേഷൻ കമ്മിറ്റി ആണെങ്കിൽ ബഹുരസമായിരിക്കും. നാട്ടുകാർ വെറുതെ വിടില്ല. ഇത്രേ പറയാനുള്ളൂ. ഹിന്ദുക്കളായിരുന്നു CPM-ന്റെ ഏറ്റവും വലിയ നട്ടല്. ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പിന്തുണ ഹിന്ദുക്കളായിരുന്നു. ഹിന്ദു വോട്ടാണ് CPM-ന്റെ അടിത്തറ വോട്ട്. ആ വോട്ട് നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പ്ലോട്ട് ഉണ്ടാക്കിയിട്ട് കഴുത്തെ കുടുക്കിട്ട് കുരിശ കയറ്റി വെച്ചത് ആരായിരുന്നു? CPM-കാർ തന്നെയല്ലേ. അതോടുകൂടിയല്ലേ ഈഴവ സമുദായം CPM-ന്ന് വിട്ടുപോകാൻ തുടങ്ങിയത്. ശ്രീനാരായണ ഗുരുദേവനെ അവർ അപമാനിച്ചില്ലേ? ഓരോ ഹിന്ദു ആചാരനെ അവർ അപമാനിച്ചില്ലേ? ഇവർക്ക് അപമാനിക്കാൻ മാത്രമല്ലേ അറിയാമായിരുന്നുള്ളൂ. ഇവർക്ക് എവിടെയാണ് വിശ്വാസത്തെ അനുകൂലിക്കാൻ പറ്റിയത്, വിശ്വാസത്തെ ബഹുമാനിക്കാൻ പറ്റിയത് എപ്പോഴാണ്? അന്യമതസ്ഥന്റെ വോട്ട് കിട്ടുന്നവരുടെ ഹിന്ദുവിനെ ഇവർ ഉപേക്ഷിച്ച് കളഞ്ഞില്ലേ? എന്നിട്ട് ഹിന്ദുക്കൾ ഇവർക്ക് ഇവരുടെ ആജ്ഞ അനുസരിച്ച് വോട്ട് ചെയ്തോണമെന്ന് പറഞ്ഞാൽ ഏത് ഹിന്ദുവാണ് പോയിട്ട് വോട്ട് ചെയ്യണത്? ആത്മാഭിമാനം എല്ലാവർക്കും ഇല്ലേ? ചുരുക്കി പറഞ്ഞാൽ CPM-ന് വോട്ട് നഷ്ടപ്പെട്ട വെറുതെയൊന്നുമല്ല, ഹിന്ദു വിരുദ്ധത കാണിച്ചുകൊണ്ടാണ് ആ വോട്ടുകൾ നഷ്ടപ്പെട്ടത്. ഹിന്ദുവിനോട് അനുകൂല ഭാവം കാണിച്ചാൽ മാത്രമേ ഒരുപക്ഷെ അവർ തിരിച്ചു വരുള്ളൂ. അതിന് RSS-നെ അകറ്റി നിർത്തുന്നു എന്നുള്ള തരത്തിലുള്ള ന്യായമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണോ ക്ഷേത്രം കൊണ്ട് കാണിക്കാനുള്ള മര്യാദ, ആദരവ്, ക്ഷേത്രവിശ്വാസങ്ങളുള്ള ആദരവ്, ആ ക്ഷേത്രവിശ്വാസികളുള്ള ആദരവ്, അത് യഥാർത്ഥത്തിൽ കാണിക്കാൻ CPM തയ്യാറാവണം. ഹിന്ദു വിരുദ്ധ CPM ഉപേക്ഷിക്കണം. ഹിന്ദുക്കൾക്കൊപ്പം നിൽക്കണം. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണം. ക്ഷേത്രഭൂമി കയ്യേറ്റങ്ങളുണ്ട്, അത് തടയാൻ വേണ്ടി CPM രംഗത്ത് വരണം. ഹിന്ദുക്കളായിട്ടുള്ള ഭക്തരുണ്ട്, അവർക്ക് അവരുടെ ആചാരം അനുഷ്ഠിക്കാനുള്ള സാവകാശം ഉണ്ടാവണം. ശബരിമല അയ്യപ്പനെയും ദേവീദേവന്മാരെയൊക്കെ അപമാനിക്കുകയല്ല CPM ചെയ്യേണ്ടത്. CPM-ന്റെ ഹാൻഡിലുകളിലും കുട്ടിസഹാക്കന്മാരുടെ ഹാൻഡിലും ഒക്കെ എന്തുമാത്രമാണ് അപമാനം അയ്യപ്പൻ്റെ നേരെ ഉണ്ടായിരുന്നത്. CPM നേതാക്കന്മാർ ഇതിനൊക്കെ ചെയ്തിട്ടില്ലേ? പിന്നീട് അവരൊക്കെ പ്രസ്താവനകൾ മുക്കുകയല്ലേ ചെയ്തത്. ഇങ്ങനെയൊക്കെ പോയാൽ ഇതൊന്നും നടക്കാൻ പോകില്ല. CPM തെറ്റ് തിരുത്തുക. വെറുതെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല.